എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ പോലീസ് ഓഫീസർ ആളാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനെ മുഴുവൻ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. ആ പോലീസ് പറയും, നിങ്ങളെ എല്ലാവരെയും ഇവിടേക്ക് വിളിച്ചു കൂട്ടിയത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. നിങ്ങളെപ്പോലുള്ള ഗനീൻസിന്റെ സഹായം ഞങ്ങൾക്കിപ്പോ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്കറിയാം, സിറ്റിയിലിപ്പോ റോബറികളൊക്കെ കൂടി വരികയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ക്രിമിനൽസിനെ പിടിക്കാനായിട്ട് സിറ്റി മുഴുവൻ അരിച്ചു പെറുക്കുകയാണ്. സോ നിങ്ങളുടെ സഹായം കൂടെ ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് അവരെ കണ്ടെത്താനാവും. സോ നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ അത് സിറ്റിയുടെ എല്ലാ ഭാഗത്തും ഉണ്ടാവണം. ഒരു കാരണവശാലും നിങ്ങൾ വില്ലന്മാരുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ വെറും ഗെനിയൻസ് മാത്രമാണ്. നിങ്ങളുടെ ഓപ്പണന്റ് വലിയ ജുനിയൻസും. സോ നിങ്ങൾക്ക് അവരുടെ മുൻപിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല. ചെറിയ ചെറിയ ട്രാപ്പൊക്കെ ഉപയോഗിച്ച് അവരെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ ഒരു കാരണവശാലും അവരെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാനോ ഫൈറ്റ് ചെയ്യാനോ പാടില്ല. ഉടനെ ഡെങ്കി അവനാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. ഓ, നമ്മൾ ശരിക്കും ഭയങ്കര കുറച്ചിലായിട്ടാണ് ഇവരൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. വില്ലന്മാരോട് ഫൈറ്റ് ചെയ്യാൻ പാടില്ല, പക്ഷെ ട്രാപ്പ് ചെയ്യണം. അതെങ്ങനെ പോസിബിൾ ആവും? എന്നെ കൊണ്ട് പറ്റില്ല. അതിന് ഇവാബെ അവൻ ബൊറൂട്ടോട് ചോദിക്കും, ബൊറൂട്ടോ തീർച്ചയായിട്ടും നമുക്ക് അവരുമായിട്ട് ഏറ്റുമുട്ടണം. ഉറപ്പായിട്ടും നമുക്ക് അവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം എന്ന് പറയും. പക്ഷെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവില്ല. അവൻ കാര്യമായിട്ട് എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ എല്ലാവർക്കും മെയിൻ മിഷൻ കൊടുക്കും. റോഡ് നന്നാക്കാനും പാലം പണിയാനും എന്നിങ്ങനെ ഓരോ മെയിൻ മിഷൻ. അതിന്റെ സൈഡ് മിഷനായിട്ടാണ് ഇപ്പൊ ആ പോലീസ് പറഞ്ഞ മിഷൻസ് നമ്മുടെ ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ആ വില്ലന്മാര് അവര് മാസ്ക് ഒക്കെ ഇട്ട് അവിടേക്ക് വരുന്നത് ഇവാബ് കാണും. ഡെങ്കി പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി ഇവരെ കണ്ട കാര്യം പറയണം. ഉടനെ ഇവാബെ അവനിപ്പോ അവർക്ക് നേരെ ഓടിയിട്ട് പറയും, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാൻ ഇപ്പൊ ടൈമില്ല, ആദ്യം അവരെ ലോക്ക് ചെയ്യണം, അതിനുശേഷം എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് അവൻ മഡ്വാൾ ചിപ്സ് ഉപയോഗിച്ച് ആ വില്ലന്മാരെ മുഴുവനായിട്ടും സീൽ ചെയ്യാണ്. ഡെങ്കിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. വാവ് ഇവാബെ, നീ തകർത്തു. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോവാന്ന് പറയുമ്പോഴേക്കും ആ വില്ലന്മാര് അവരാണെങ്കിൽ ഐസ് ജിപ്സ് ഉപയോഗിച്ച് ആ കൂട് തകർത്ത് പുറത്തേക്ക് വരും. അതിനുശേഷം ഒരൈസ് ശുരീങ്കൻ അതെടുത്ത് ഇവാബയ്ക്ക് നേരെ വലിച്ചെറിയാണ്. അതങ്ങനെ ക്ലോസ് എത്തുമ്പോഴേക്കും മെറ്റല്ലി അവൻ ചാടി വീണ് അത് അവന്റെ കയ്യിൽ കുത്തി ഇറങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ഹോസ്പിറ്റലിൽ കാണിക്കാണ്. മെറ്റല്ലിയുടെ കൈക്ക് നല്ല പരിക്ക് പറ്റി. ബൊറൂട്ടോയും ഇവാബയും ഡെങ്കിയും എല്ലാവരും അവന്റെ ചുറ്റും ഒരുപാട് വിഷമത്തിലിരിക്കുകയാണ്. പിന്നെ ഓടാൻ സെൻസായി ആളിപ്പോ അവിടേക്ക് വരും. ആള് ദേഷ്യപ്പെട്ട് പറയും, യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങൾ ഇത്രയും അനുസരണയില്ലാത്ത ആൾക്കാരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ വില്ലന്മാരെ കാണുകയാണെങ്കിൽ സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൊടുക്കാൻ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയ മിഷൻ. നിങ്ങളാണെങ്കിൽ അത് മറികടന്ന് അവരുമായിട്ട് ഏറ്റുമുട്ടി. അതാണ് മെറ്റല്ലിക്ക് ഈ അവസ്ഥയായത്. ഇനി ഇങ്ങനെ ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഈ തെറ്റിന് പണിഷ്മെന്റ് ആയിട്ട് നിങ്ങളുടെ ടീമിനെ ഞാൻ സസ്പെൻഡ് ചെയ്യുകയാണ്. അത്രയും പറഞ്ഞ് മാസ്റ്റർ അവിടുന്ന് പോയി കഴിയുമ്പോൾ ഇപ്പം മെറ്റല്ലി അവൻ പറയും, ഇത് കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഈ പരിക്കൊക്കെ പെട്ടെന്ന് മാറും, നമുക്ക് വീണ്ടും പഴയതുപോലെ ഫുൾ പവറിൽ തിരികെ എത്തണം. അതിന് ശിക്കട പറയും, നമ്മൾ ചെയ്തത് അത് വലിയ തെറ്റ് തന്നെയാണ്. സോ ഇനി ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ അത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴായിരിക്കും ന്യൂസ് ചാനലിൽ കള്ളന്മാരെ കുറിച്ചുള്ള ന്യൂസ് കാണിക്കുക. അവർ സഹായിക്കുന്ന ആ ഒരു വില്ലേജിലുള്ള ജനങ്ങളെ എല്ലാം തന്നെ ഇപ്പൊ ന്യൂസ് റിപ്പോർട്ടേഴ്സ് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രാമത്തിലുള്ള ഒരാൾ പറയും, വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അവർ കള്ളന്മാരാണെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായം ചെയ്തു തരുന്നത് അവർ മാത്രമാണ്. ഉടനെ ആ ന്യൂസ് കണ്ട് ശിക്കട പറയും, അവരിപ്പോ കൂടുതൽ ഫേമസ് ആവുകയാണ്. അവർ പണക്കാരുടെ സാധനങ്ങൾ മോഷ്ടിച്ചാണ് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത്. സോ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരെ വലിയ ഇഷ്ടമാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ബൊറൂട്ടോ അവൻ വീട്ടിലേക്ക് വരും. അപ്പൊ ഹീമാവര് ചോദിക്കും, അമ്മ ആ കള്ളക്കൂട്ടം അവര് ശരിക്കും നല്ല ആൾക്കാരാണല്ലേ? ഒരു പാവപ്പെട്ട ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നതായിട്ട് ന്യൂസിൽ കാണിച്ചു. അതിന് ബൊറൂട്ടോ അവൻ ദേഷ്യപ്പെട്ടു പറയും, ഹീമാവരി, കള്ളന്മാര് അവരെപ്പോഴും കള്ളന്മാര് തന്നെയാണ്. നമുക്ക് ആരെങ്കിലും സഹായിക്കണമെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിച്ച് വേണം അവരെ സഹായിക്കാൻ. ഈ നടക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാ ഉത്തരവാദി അത് ഹൊക്കാഗെ ആയ എൻ്റെ പപ്പ തന്നെയാണ്. ജനങ്ങൾക്കെല്ലാം ആവശ്യമായത് കൊടുക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ആ കള്ളന്മാരെ സപ്പോർട്ട് ചെയ്താലും ഞാൻ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യില്ല. കള്ളന്മാരെപ്പോഴും കള്ളന്മാര് തന്നെയാണെന്ന് പറഞ്ഞ് അവൻ ഫുൾ കലിപ്പില് അവിടുന്ന് എഴുന്നേറ്റ് പോകും. ഇതാ നെക്സ്റ്റ് ഡേ ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവർ റെസ്റ്റോറന്റിൽ വന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഡെങ്കിക്കാണെങ്കിൽ സസ്പെൻഷൻ കിട്ടിയതിൽ
ഭയങ്കര സങ്കടം. ഉടനെ ഈനോജിൻ അവന്റെ കൈ പിടിച്ച് പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് എല്ലാം റെഡിയാവും. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പോഴും ആ കള്ളക്കൂട്ടത്തെക്കുറിച്ചുള്ള ചിന്തയിൽ തന്നെയാണ്. അവർ ആക്ച്വലി എല്ലാവരുടെയും മുൻപിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവരെ സഹായിച്ച് അവരെ കയ്യിലെടുത്ത് ജനശ്രദ്ധ നേടുക, അവർ നല്ലവരാണെന്ന് ഈ ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കുക, അതാണ് അവരുടെ ട്രിക്ക്. ഇനിയും ഇങ്ങനെ നോക്കിയിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല, എത്രയും പെട്ടെന്ന് നമ്മൾ തന്നെ അവരെ പിടിക്കണം. സാറുടെ പറയും, അയ്യോ വേണ്ട വേണ്ട, യൂണിയൻ ലെവൽ മിഷനാണ്, വീണ്ടും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഇപ്പൊ സസ്പെൻഷൻ എന്നുള്ളത് നാളെ ഡിസ്മിസലായി മാറും. അത് കേട്ട് ബൊറൂട്ടോ, അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചു നേരം പോയി ഗെയിം കളിക്കട്ടെ, എനിക്ക് ഈ ക്ഷീണമൊന്ന് മാറ്റണമെന്ന് പറഞ്ഞ് അവൻ നടന്നു പോവും. കട്ട് ചെയ്താ ആ വില്ലന്മാര്, അതിലൊരുത്തൻ ഇപ്പൊ അവന്റെ മാസ് കഴിക്കും. അത് നമ്മൾ മുൻപ് കണ്ട ആ ഒരു പയ്യനാണ് റിയോഗി. തന്നെ ആ മെയിൻ ക്യാപ്റ്റൻ ആണെങ്കിൽ അവരുടെ അടുത്ത മിഷൻ, അതിനുള്ള കുറെ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ റിയോഗി ആണെങ്കിൽ ആ മാപ്പ് അത് ശ്രദ്ധിച്ചു നോക്കും. അതിലൊരു ലേ ഔട്ട് കണ്ട് അവൻ ഷോക്ക് ആവുകയാണ്. മാസ്റ്റർ പറയും, ഇപ്പൊ ജനങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗുഡ് ഇമേജിൽ നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ കള്ളത്തരങ്ങൾ അത് കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോ, അവനാണെങ്കിൽ ആ കണ്ണാടിക്കാരൻ്റെ അടുത്തേക്ക് വരും. ഇത്തവണ ബൊറൂട്ടോയ്ക്ക് കളിക്കാനായിട്ട് ഒരുപാട് ഗെയിംസ് ആള് കൊടുക്കുകയാണ്. ബൊറൂട്ടോ ചോദിക്കും, ഇത്രയും ഗെയിംസ് അതൊക്കെ എവിടുന്ന് കിട്ടുന്നു, ഈ ഗെയിംസ് ഒക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? അതിന് ആള് പറയും, ഉണ്ട്, എന്നെപ്പോലെ തന്നെ എനിക്കും ഗെയിംസ് ഒക്കെ കളിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഈ ഗെയിം ഒക്കെ കളിക്കുമ്പോഴാണ് എനിക്ക് ആക്ച്വലി നല്ല നല്ല ഐഡിയാസ് ഒക്കെ കിട്ടാറ്. ഇപ്പൊ തന്നെ നെഞ്ചിപ്സു അതെല്ലാം തന്നെ കമ്പൈൻ ചെയ്ത് ഞാനൊരു പ്രത്യേക തരത്തില് ആക്കി മാറ്റാൻ പോവാണ്. സയൻസ് ഉപയോഗിച്ചാണ് എനിക്കിതൊക്കെ സാധ്യമാവുന്നത്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് വലുതായിട്ടൊന്നും പിടികിട്ടില്ല, എങ്കിലും അത് കേൾക്കുമ്പോ ഒരു അത്ഭുതം അവന് തോന്നും. അപ്പൊ അതേസമയം മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ഷിക്കട, അവനാണെങ്കിൽ ആ സോഹി ഗെയിം കളിക്കാനായി ആ മരത്തിന്റെ ചുവട്ടിലേക്ക് പോവാണ്. ഉടനെ ടമരി അവനോട് പറയും, ഞാനും ചെറിയ മിഷൻസിന് വേണ്ടി പുറത്തേക്ക് പോവാണ്, ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ആവശ്യാനുസരണം നീ ചൂടാക്കി കഴിക്കണം. അതിന് ഷിക്കട ഓക്കെ പറഞ്ഞ് ഇപ്പൊ ഗെയിം കളിക്കാൻ ആ മരത്തിന്റെ അടുത്തേക്ക് വരും. റിയോഗി പയ്യൻ അവൻ ഇക്കടയ്ക്ക് മുൻപ് തന്നെ ആ മരത്തിന്റെ അടുത്ത് എത്തിയിരുന്നു. അവർ രണ്ടുപേരും ഇപ്പൊ കാര്യമായിട്ട് ഗെയിം കളിക്കാനായിട്ട് തുടങ്ങും. ഓരോ തവണ ഗെയിം കളിക്കുമ്പോഴും ആ റിയോഗി അവനാണെങ്കിൽ ഇക്കടയ്ക്ക് ഓരോ ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ഷിക്കട ദാരുണമായിട്ട് പരാജയപ്പെട്ട് വീണ്ടും വീണ്ടും ആ ടൈൽസ് സെറ്റ് ചെയ്യും. അതിനുശേഷം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പൊ അവനുമായിട്ട് മത്സരിക്കുകയാണ്. പിന്നെ റിയോഗി ചോദിക്കും, ഈ ഗ്രാമത്തെക്കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം? ഈ ഗ്രാമത്തിലുള്ള ചേഞ്ചസ് കുറിച്ച് എന്തെങ്കിലും നിനക്കറിയോ? നീ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉടനെ ഷിക്കട, എനിക്ക് ഈ ഗ്രാമം ഒത്തിരി ഇഷ്ടമാണ്, ഞാനിപ്പോ കുഞ്ഞല്ലേ, സോ പഠിച്ചു വലുതായതിനു ശേഷം എന്നെ കൊണ്ട് കഴിയും പോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ ഗ്രാമത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ റിയോഗി അവൻ വീണ്ടും ചോദിക്കും, ഇപ്പൊ റീസെന്റ് ആയിട്ട് നടക്കുന്ന ആ ഒരു കള്ളക്കൂട്ടം, അവരെ കുറിച്ച് നിനക്ക് എന്താ തോന്നണേ? ഉടനെ ഷിക്കട, എനിക്ക് ആക്ച്വലി അവരെ മുഴുവനായിട്ടും കുറ്റം പറയാൻ തോന്നുന്നില്ല, അവർ ചെയ്യുന്നത് പകുതി ശരിയും ബാക്കി പകുതി തെറ്റുമാണെന്ന് പറയുമ്പോഴേക്കും ബൊറൂട്ടോ ആണെങ്കിൽ അവന് കിട്ടിയ പുതിയൊരു ഗെയിം അതുമായി അവിടേക്ക് ഓടി വരും. ബൊറൂട്ടോ ചോദിക്കും, ഇതാരാ, നിന്റെ പുതിയ ഫ്രണ്ടാണോ? അതിനവൻ പറയും, അതെ, എന്റെ സോഹി ഗെയിം പാർട്ട്ണറാണ് ഇവൻ, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിപ്പോ കളിക്കാറുണ്ട്. ഉടനെ റിയോഗി ആണെങ്കിൽ അവന്റെ പേര് പറഞ്ഞ് ബൊറൂട്ടോയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കും. ബൊറൂട്ടോ പറയും, ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്. പിന്നെ അവൻ ടെൻഷനായിട്ട് പറയും, അയ്യോ ഇല്ല ഇല്ല, ഞാൻ ഇവിടേക്കൊന്നും അങ്ങനെ വരാറില്ല, ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ബൊറൂട്ടോയും ഷിക്കഡായും വീണ്ടും ആ ഗെയിംസിനെ കുറിച്ച് പറയാൻ തുടങ്ങും. ബൊറൂട്ടോ പറയും, ആ കണ്ണാടിക്കാരൻ കട്ടായി, അദ്ദേഹമാണ് എനിക്ക് ഗെയിംസ് ഒക്കെ തന്നത്. ഉടനെ ആ റിയോഗി പയ്യൻ ചോദിക്കും, കട്ടാകിയോ? ആൾക്ക് ഒരപ്പിരി ലൂസല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഓരോ റിസർച്ച് ഒക്കെ ചെയ്ത് ആള് മറ്റുള്ളവരെ വെറുപ്പിക്കാറില്ലേ? ഇത് കേട്ട് ഷിക്കട അവൻ വണ്ടറടിക്കും, ഇവരെങ്ങനെ കട്ടായി അറിയാം? ഉടനെ റിയോഗി പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് തിരികെ പോകണം, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവൻ പോവാൻ ശ്രമിക്കും. പക്ഷെ ബൊറൂട്ടോയ്ക്കും ഷിക്കടയ്ക്കും അവർക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി. അവനെ തടയാൻ ശ്രമിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തണുത്ത കാറ്റ് അവിടേക്ക് വീശി അടുപ്പിച്ച് അവൻ അവിടെ നിന്ന് ഇൻവിസിബിൾ ആവും. കട്ട് ചെയ്ത ആ വില്ലന്മാര് അവരാണെങ്കിൽ ഇപ്പൊ ഏതോ ഒരു ഷോപ്പിലേക്ക് വന്ന് അവിടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ അടിച്ചു മാറ്റി പുറത്തേക്ക് വരും. അപ്പൊ സുനേരും ടമരയും കുറച്ച് ഗേൾ സ്റ്റുഡൻസും അവരെല്ലാവരും ചേർന്ന് ആ വില്ലന്മാരെ കണ്ടുപിടിക്കും. വിൻസ്റ്റൈൽ പവർ ഉപയോഗിച്ച് ഇപ്പൊ ടമരി അവർ അറ്റാക്ക് ചെയ്യും. ഉടനെ റിയോഗി അവനാണെങ്കിൽ അവന്റെ ഐസ് പവർ ഉപയോഗിച്ച് അവളെ ദൂരേക്ക് അടിച്ചു തെറിപ്പിക്കും. അപ്പൊ ടമരിക്ക് പിടികിട്ടും, ഇവനാണ് ഇതിൽ തന്നെ മെയിൻ പവർ ഉപയോഗിക്കുന്നവൻ. അവളിപ്പോ അവന്റെ പിന്നാലെ തന്നെ ഉഷാറായിട്ട് ഓടുകയാണ്. റിയോഗി ആണെങ്കിൽ
പേടിച്ചോടി ഇപ്പൊ ആ പാർക്കിലേക്ക് വരും. അവൻ മാസ്ക് വെച്ചുകൊണ്ട് തന്നെ ഷിക്കടയ്ക്കും ബൊറൂട്ടോയ്ക്കും അത് റിയോഗയാണെന്ന് മനസ്സിലാവില്ല. ഇവരെയാണെങ്കിൽ അവന്റെ തൊട്ട് പിന്നാലെ വന്ന് ബൊറൂട്ടോയോടും ഷിക്കടയോടും ഹെൽപ്പ് ചെയ്ത് അവനെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഒരു 3 പേരും ചേർന്ന് കമ്പൈൻ ചിപ്സോ അതുപയോഗിച്ച് അവനെ അടിച്ചു തെറിപ്പിക്കും. അവർ ചാടി ഓടി അവൻ വീണ് കിടക്കുന്ന സ്ഥലത്തേക്ക് വരും. അവിടെ എത്തുമ്പോൾ അവനെ കാണാനുണ്ടാവില്ല. അവരാണെങ്കിൽ അവിടെ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും അവന്റെ ഒരു പൊടി പോലും അവിടെ കാണാൻ കഴിയില്ല. അപ്പൊ ലോങ് ഷോട്ടില് കാട്ടില് റിയോഗി അവനാണെങ്കിൽ അവരെ നോക്കിയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നൈറ്റ് ടെമരി ആണെങ്കിൽ സ്റ്റുഡൻസിന് എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തു കൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ആ വില്ലൻ ഗ്യാങ് അവരൊരുപാട് സമയമായി റയോഗിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഉടനെ റയോഗി അവൻ അവിടേക്ക് വന്ന് പറയും, ഐ എം സോറി, അവരിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. അതിനാ മെയിൻ വില്ലൻ അവൻ ടെററായി റയോഗിയെ നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.